അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 44.5 സെന്റ് സ്ഥലം, 44.5 സെന്റ് കാലി സ്ഥലത്തിന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ട കൊട്ടാരം പോലുള്ളൊരു വീട് നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് തരാൻ പോവാണ്. വെറുതെ പറയുന്നതല്ല. ഇത് നേരെ ഫ്രണ്ടിൽ മെയിൻ സംസ്ഥാന പാതയാണത്. നേരെ ഫ്രണ്ടിൽ റോഡാണ് വരുന്നത്. ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പെട്രോൾ പമ്പുണ്ട്, നിരവധി കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വീട് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്നുണ്ട്. 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട്ടിൽ 4 ബെഡ്റൂം വരുന്നുണ്ട്. അതിവിശാലമായിട്ടുള്ള റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഇതിൽ ജലലഭ്യതക്കായിട്ട് വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട്. 10-18ഓളം തെങ്ങുകളുണ്ട്. റോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് റോട്ടിലാണ്. ഇതിൻ്റെ ഫ്രണ്ടേജ് സംസ്ഥാന പാതയാണ്. ഇത് കണ്ടോ, മെയിൻ ഹൈവേ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ. അപ്പം കുറച്ചും കൂടെ അപ്പുറത്ത്, ഇതിൻ്റെ ഒരു 50 മീറ്റർ അപ്പുറത്തായിട്ട് പെട്രോൾ പമ്പുണ്ട്, നിരവധി കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് ഭാഗത്ത് ബിൽഡിങ് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ, കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ബിൽഡിങ്ങുകളോ ഗോഡൗണുകളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ മാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാം. നല്ലൊരു ഏരിയയാണ്. കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ല സംസ്ഥാനപാത റോഡ് ഫ്രണ്ടേജുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ അതിവിശാലമായിട്ടുള്ളൊരു വീടുണ്ട്. വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സിറ്റിംഗ് ഏരിയ ഇത് ഫുള്ള് ഗ്രാനൈറ്റിലാണ്. വീടിൻ്റെ ഫ്ലോറിങ് ഫുള്ള് ചെയ്തിട്ടുള്ളത് വലിയ രീതിയിലുള്ള മാർബിളാണ്. വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിളാണ്. ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫുള്ള് വുഡിനാണ്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഏരിയ, സൺഷെയ്ഡിൻ്റെ ഏരിയ കുറച്ച് ഭാഗം ടഫൺ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ മെയിൻ ജനൽപ്പൊളികളും വാതിലെല്ലാം ഫുള്ള് ടീക്കാണ്, തേക്ക് വുഡാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ അതിൻ്റെ മുകളിൽ പോളിഷിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചതാണ്. സിറ്റ് ഔട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. വീട് നിൽക്കുന്ന ഭാഗം ഫുള്ളും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് 2 ഭാഗത്തേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു വലിയൊരു ഹാളിലേക്ക്, ഈ ഒരു ഹാളിലേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. നേരെ അപ്പുറത്തായിട്ട് ഒരു ലിവിങ് റൂമിലേക്കും എൻട്രൻസ് വരുന്നുണ്ട്. ഈ ഒരു ഡോറ് ഹാളിലേക്കാണ്. നേരെ തൊട്ട് ചാരി ഈ ഒരു ഡോറ് വരുന്നത് ലിവിങ് റൂമിലേക്കാണ്. ഈ ജനൽപ്പൊളികളും വാതിൽപ്പൊളികളെല്ലാം ഫുള്ള് തേക്കാണ് കേട്ടോ. അതിപ്പോൾ അവർ അതിൻ്റെ മുകളിൽ പോളിഷിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചതാണ്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ലിവിങ് റൂമിലേക്കാണ്. റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമാണ് വരുന്നത്. വീട് ടോട്ടൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, കാലി സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ വീട് സൗജന്യമാണ്. വീടിൻ്റെ വില അവർ ചോദിക്കുന്നില്ല. 44.5 സെൻറ്റ് സ്ഥലത്തിന് ഇവിടെ എത്രയാണോ മാർക്കറ്റ് റേറ്റ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്ന് അന്വേഷിക്കാം. ഇവിടെ എത്രയുണ്ട് മാർക്കറ്റ് റേറ്റ്, ഒരു സെൻറ്റിന് എത്ര കാലി സ്ഥലത്തിന് വിലയുണ്ട്. അതിലും കുറച്ചിട്ട്, ആ മാർക്കറ്റ് റേറ്റിലും കുറച്ചിട്ടേ ഇവരിതിന് സ്ഥലത്തിന് വില ചോദിക്കുന്നുള്ളൂ. അതാണ്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് സൗജന്യമായിട്ട് തരാൻ പോവാണ്. കാലി സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതി. വീട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരാൻ പോവാണ്. ഇത് വിൽപ്പന കുറച്ചൊരു അർജൻറ്റുള്ള കേസാണ്. അതാണ്. ലിവിങ് റൂം കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് വലിയൊരു ഹാളാണ്. ഫുള്ള് വലിയ രീതിയിലുള്ള മാർബിളൊക്കെയാണ് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഷോക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ പാതി ഭാഗം ലാൻഡിങ്ങിൽ നിന്ന് വേറെ മുകളിലേക്ക് 2 ആയിട്ട് സ്പ്രെഡ് ചെയ്യാണ്. ഒരു ബെഡ്റൂമിലേക്ക് വേറെ സ്റ്റെയർ, മറ്റുള്ള ബെഡ്റൂമിലേക്ക് വേറെ സ്റ്റെയർ. അങ്ങനെ ഫുള്ളും മുകളിൽ നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ളൊരു വലിയൊരു ഹാള്. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രൂപത്തിൽ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ എല്ലാം ഹാൻഡ് റെയിൽ കാസ്റ്റ് അയൺ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ് കണ്ടില്ലേ, നല്ല പിങ്ക് രീതിയിലുള്ള വലിയ മാർബിളാണ്. വലിയൊരു പുതിയൊരു വീടൊന്നുമില്ല, കുറച്ചൊരു പഴക്കമുള്ള വീട് തന്നെയാണ്. ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. സെറാമിക് രീതിയിലുള്ള നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അടിഭാഗത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട്. അടിഭാഗത്ത് 2 ബെഡ്റൂം, മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം. ഈ 4 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അടിഭാഗത്തൊരു കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. അങ്ങനെ വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ്.
ഇതാണ് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് നിങ്ങളൊന്ന് കാണണം. വലിയൊരു 2 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നുണ്ട് ഈ ഒരൊറ്റ ബെഡ്റൂം. നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു റൂം തന്നെയാണ്. ഈ വീഡിയോയിൽ എത്രത്തോളം അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടെന്നില്ല അറിയില്ല, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാം വലിയൊരു റൂം തന്നെയാണ്. ഇവിടെ ചുമരിൽ മുഴുവനായിട്ട് വാർഡ്രോബ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട് ഫുള്ള് CC ക്യാമറ നിരീക്ഷണത്തിലാണ്. ഈ ഒരു ബെഡ്റൂമിലാണ് ഈ 6 കട്ടില അതുപോലെ തന്നെ വലിയൊരു സോഫ സെറ്റ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു കോർണർക്കേ ഉള്ളൂ. അത്രയും വലിപ്പമുണ്ട് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചുള്ള യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇത് കൂടാണ്ട് ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഇവിടെ ഒരു പ്രെയർ റൂം വരുന്നുണ്ട്. നിസ്കാര റൂമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു 8x8 സൈസിൽ വരുന്ന റൂം. അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്റൂം, വലിയ രീതിയിലുള്ളൊരു ബെഡ്റൂം. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് അടിഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഫസ്റ്റ് കണ്ട ആ റൂമിൻ്റെ അത്ര ഏരിയ അല്ല എങ്കിൽ കൂടി 12x12 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സീലിംഗ് ഉണ്ടാവും. ഈ ഓപ്പോസിറ്റ് കളർ വരുന്നതെല്ലാം ഇതിൻ്റെ കർവാണ്. സിമെൻറ്റിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് കർവ് ഡിസൈൻ കൊടുത്തതാണ്. ഷോക്കേസ് അലമാരി എല്ലാം ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ചുമരിൽ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 ബെഡ്റൂമാണ് അടിഭാഗത്തുള്ളത്. ഇനി കിച്ചൺ അതിവിശാലമായിട്ടുള്ള നല്ലൊരു കിച്ചണാണ്. ആധുനിക രീതിയിലുള്ള എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. അടിയിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഡാർക്ക് തീം കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഉണ്ടാവും. കിച്ചൺ സിങ്ക് ഡബിൾ ബോർഡ് വിത്ത് ഡബിൾ ഡ്രെയിൻ ബോർഡ് ഉണ്ട്. ഈ 2 ബോർഡ് വരുന്നുണ്ട്. 2 ഭാഗത്തും അതിൻ്റെ ബോർഡ് വരുന്നുണ്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കിച്ചൺ സിങ്ക് തന്നെയാണിത്. ഡബിൾ ഡ്രെയിൻ ബോർഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ക്രോക്കറി ഷെൽഫ്. അടിഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. ഫ്രിഡ്ജിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ. ചെറിയ രീതിയിലുള്ളൊരു സ്റ്റോർ റൂം. അതിൻ്റെ അടിയിലും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കിച്ചണോട് ചാരി ഒരു വർക്ക് ഏരിയ പോലെ ഒരു തിണ്ടൊക്കെ ഈ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ട് ഒരു വർക്ക് ഏരിയ പോലെയാണത്. വാഷിംഗ് മെഷീന് ഇവിടെ ഫുള്ള് അതിൻ്റെ അപ്പുറത്തെ ഒരു പോർഷനായിട്ട് ഒരു ഗ്രില്ലൊക്കെ വെച്ച് ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. പുറത്താണെങ്കിൽ കൂടി ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ആ നേരെ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ്. പടിഭാഗം നല്ല സൗകര്യമായിട്ടുള്ള നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് വരുന്നത്. ഇനി മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ പാതി ഭാഗം ലാൻഡിങ്ങിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട്, മറുഭാഗത്തേക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. രണ്ടും സ്റ്റെയർ 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് നല്ലൊരു ഓപ്പൺ ഏരിയ ആണ്. നല്ല വായു സഞ്ചാരം കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ആർക്കിടെക്ട് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ ഫുള്ളായിട്ട് കാസ്റ്റ് അയൺ വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ആ പിടിക്കുന്ന ഏരിയ അത് ഫുള്ള് വുഡാണ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഷോക്കേസ് അലമാരയെല്ലാം കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചുമരെല്ലാം ടൈലൊട്ടിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത്. ഇനി മുകൾ ഭാഗത്തെ ബാൽക്കണി സിറ്റ് ഔട്ടാണത്. നല്ല ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. വുഡെല്ലാം ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. നല്ല വൈബായിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. മെയിൻ സംസ്ഥാന പാത, മെയിൻ റോഡാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. നല്ല റഷായിട്ടുള്ളൊരു ഏരിയ, റഷായിട്ടുള്ള റോഡാണ്. സായനം കാലങ്ങളിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. നല്ല വൈബായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ്.
നല്ല രീതിയിലുള്ള വുഡൻ ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തിൽ നല്ല ടഫൺ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് പുതിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണിച്ചു തരാം. ടോട്ടലി 4ാമത്തെ ബെഡ്റൂമാണിത്. ഈ റൂം മറ്റുള്ള റൂമിനെ അപേക്ഷിച്ച് കുറച്ചൊരു വലിപ്പം കുറവാണ്. ഏകദേശം 10x10 സൈസിൽ വരുന്ന റൂമാണ്. ഇതും ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇങ്ങനെ 4 ബെഡ്റൂമാണ് ഇതുള്ളത്. യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ഉണ്ട്. 4 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇനി ഇതിൻ്റെ പിൻഭാഗത്ത്, വീടിൻ്റെ പിൻഭാഗത്ത് ഉണ്ടാവും കുറച്ച് മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഇതേപോലെയുള്ള തെങ്ങുകളുണ്ട്. 10-18ഓളം തെങ്ങുകളുണ്ട്. പ്ലാവ്, മാവ്, അങ്ങനെ ഫലവൃക്ഷ തൈകളൊക്കെ ഉണ്ട്. സപ്പോർട്ടൊക്കെ ഉണ്ട്. ഈ വീട് നിൽക്കുന്ന ഭാഗം ചുറ്റുഭാഗം കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. വീട് നിൽക്കുന്ന ഭാഗം ടോട്ടലി 44 സെൻറ്റാണ്. മുകളിലേക്കൊക്കെ ഇതിന് സ്ഥലം വരുന്നുണ്ട്. ഇതിൽ വെള്ളം പറ്റാത്തൊരു കിണറുണ്ട്. ജസ്റ്റ് ഈ കിണറും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്തുകൊണ്ടും തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് വൻ ലാഭമാണ്. സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതി. റിങ് ഇറക്കിയിട്ടുള്ള വെള്ളം വറ്റാത്ത നല്ലൊരു കിണർ വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ടും നല്ലൊരു പ്രോഫിറ്റാണ്, നല്ലൊരു മുതൽ തന്നെയാണ്. ഇതാണ് ഈ ഫ്രണ്ടേജ് വരുന്ന ഇത്രയും ഭാഗം ഷട്ടർ റൂം കയറ്റി കഴിഞ്ഞാൽ, ബിൽഡിങ് കയറ്റി കഴിഞ്ഞാൽ മാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാം. ഫ്രണ്ട് ഭാഗത്തൊരു ബിൽഡിംഗ് കൂടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം അവർക്ക് അതിൻ്റെ വരുമാനം മതി. പിൻഭാഗത്ത് നല്ലൊരു വീടും. 44.5 സെന്റ് സ്ഥലം, കാലി സ്ഥലത്തിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണ്ട കൊട്ടാരം പോലുള്ളൊരു വീട് സൗജന്യമായിട്ടാണ് കിട്ടാൻ പോകണം. വെറുതെ പറയുന്നതല്ല, വിഷയം പറഞ്ഞുതരാം. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് സംസ്ഥാന പാതയോട് തൊട്ട് ചാരിയിട്ടുള്ളത്. മഞ്ചേരി, പാണ്ടിക്കാട്, മേലാറ്റൂർ, മണ്ണാർക്കാട്, പാലക്കാട് ഈ ഒരു റോഡിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ്, ബിൽഡിംഗ് സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്ഥലത്തിന് അത്യാവശ്യം വില ഉള്ളൊരു ഏരിയ ആണത്. പാണ്ടിക്കാട് ടു മേലാറ്റൂർ റൂട്ടിൽ ഒലിപ്പുഴ പാലം കഴിഞ്ഞ ഉടനെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതിൻ്റെ അടുത്തായിട്ടൊരു പെട്രോൾ പമ്പ് ഉണ്ട്. ചുറ്റും നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഹോട്ടലൊക്കെ ഉണ്ട്. ഈ ഒരു 44 സെന്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടുണ്ട്. 10-18ഓളം തെങ്ങുകളുണ്ട്. വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾക്ക് കുറച്ച് മണ്ണ് ലെവലാക്കിയിട്ട് അവിടെ ബിൽഡിങ് കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉള്ള ഒരു ഏരിയയാണ്. ബിൽഡിങ് കയറ്റി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനമായി. കൊമേഴ്ഷ്യൽ പർപ്പസിന് നല്ല അനുയോജ്യമാണ്. ബിൽഡിങ്, ഗോഡൗണുകൾ, ഇതിനെല്ലാം നല്ല അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഏകദേശം ഒരു 8 ലക്ഷം രൂപ അവിടെ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഇവരിതിന് ചോദിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്നത് 1 സെന്റിന് 6.5 ലക്ഷം രൂപയാണ്. ഇത് വിൽപ്പന അർജന്റാണ്. 6.5 ലക്ഷം രൂപ 1 സെന്റിന് കൊടുത്തിട്ട് അങ്ങനെ 6.5 ലക്ഷം 1 സെന്റിന് വെച്ച് കൂട്ടിയിട്ട് 44.5 സെന്റിന് എത്രയാണോ വില, ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമ്മൾക്ക് പോരും. അതും നെഗോഷ്യബിളാണ്. 6.5 ലക്ഷം എന്നുള്ളത് നെഗോഷ്യബിളാണ്. ചെറുതായിട്ട് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടോളൂ. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് ഇനിയും ഒരുപാട് വീടുകൾ 4 ലക്ഷം രൂപ മുതലുള്ള വീടുകൾ നമ്മളെ ചാനൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീടുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുള്ളൂ. അതാണ് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നിങ്ങനെ പറഞ്ഞു എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.